നിങ്ങളുടെ പ്രണയത്തോട് കള്ളം പറയാനാവില്ല. അത് സങ്കീർണമാണ്. അകലം ഒരു ബന്ധത്തെ നശിപ്പിക്കണമെന്നില്ല. പ്രണയത്തിലാകാൻ എല്ലാ ദിവസവും ഒരാളെ കാണേണ്ടതില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതിനെ സ്നേഹിക്കരുത്. നിങ്ങൾക്ക് ഇല്ലാത്തതിനെ വെറുക്കരുത്. നിങ്ങൾക്കറിയാത്തതിനെ വിലയിരുത്തരുത്. ആരെങ്കിലും നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾ കണ്ടെത്തുമ്പോൾ നിങ്ങളിൽ നിന്നും ഒരു ചെറിയ ഭാഗം അവരെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. നിങ്ങൾക്ക് അവരോട് മുമ്പ് വികാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും. ഏകാന്തത, വിഷാദം, സമ്മർദ്ദം എന്നിവ കുറയ്ക്കാനുള്ള ഫലപ്രദമായ മാർഗമാണ് ഫ്ലാർട്ടിംഗ്. മികച്ച ബന്ധത്തിനുള്ള ഉപദേശം നൽകുന്ന ആളുകൾ സാധാരണയായി വിവാഹം കഴിക്കാത്തവരാണ്. വേർപിരിയൽ, വിവാഹമോചനം, ശാരീരിക അകലം അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ നഷ്ടം എന്നിങ്ങനെയുള്ള തീവ്രമായ അല്ലെങ്കിൽ അഗാധമായ സംഭവങ്ങൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ യഥാർത്ഥ ശാരീരിക വേദനയ്ക്ക് കാരണമാകുമെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പ്രണയത്തിലുള്ള ആളുകൾ പരസ്പരം കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവരുടെ ഹൃദയമിടിപ്പ് ഒരുമിച്ച് സമന്വയിക്കുന്നു. നിങ്ങൾ ഒരാളെ വളരെയധികം ചിന്തിക്കുമ്പോൾ അതിനർത്ഥം അവർ നിങ്ങളെക്കുറിച്ചും ചിന്തിച്ചിരുന്നു എന്നാണ്. ആദ്യം പ്രണയത്തിൽ ആവുകയും ബന്ധത്തിലാദ്യം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും പുരുഷനാണ്. ആരെങ്കിലും നിങ്ങളെ ആകർഷിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനർത്ഥം അവർ ഇതിനകം നിങ്ങളിൽ മതിപ്പുളവാക്കിയിട്ടുണ്ട് എന്നാണ്. ആദ്യ കൂടിക്കാഴ്ചയിൽ ആത്മവിശ്വാസം പുലർത്തുക. കാരണം 40% പുരുഷന്മാർക്കും ഒരു സ്ത്രീയെ ആദ്യമായി കണ്ടുമുട്ടാൻ ആത്മവിശ്വാസം കുറവായിരിക്കും. പരസ്പരം സാമ്യമുള്ള ദമ്പതികൾ പ്രണയബന്ധത്തിൽ നിലനിൽക്കാൻ സാധ്യതയില്ല. ക്രമരഹിതമായ ചുറ്റുപാടുകളേക്കാൾ അപകടകരമായ സാഹചര്യങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം വീഴാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. 48 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ സ്നേഹിക്കുന്നവരോട് സംസാരിക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് ഗൃഹാതുരത്വം ഉണ്ടാക്കും. ബന്ധം അവസാനിപ്പിക്കുമ്പോൾ പുരുഷന്മാർക്കും വൈകാരികമായി ബാധിക്കപ്പെടുന്നു എന്ന് പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എല്ലായ്പ്പോഴും നേത്രസമ്പർക്കം നിലനിർത്താൻ ശ്രമിക്കുക. കാരണം ഇതൊരു സാധ്യതയുള്ള തീയതി ആകർഷിക്കുന്നതിനുള്ള പ്രാഥമികവും ശക്തവുമായ ഉപകരണമാണ്. ഒരാളെ നഷ്ടപ്പെടുന്നതുവരെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കുകയില്ല. ആരെങ്കിലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എങ്കിൽ അവർ കുറഞ്ഞത് 5 സെക്കൻഡോ അതിൽ കൂടുതലോ നിങ്ങളെ കെട്ടിപ്പിടിക്കുന്നു. ഒരു വ്യക്തിയെ സ്വയം പ്രണയത്തിലാക്കുക. അവർ നിങ്ങളുമായി പ്രണയത്തിലാകും. നിങ്ങൾ ആരെയെങ്കിലും കൂടുതൽ ആകർഷണം കണ്ടെത്തുന്നുവെങ്കിൽ അവരോട് കള്ളം പറയാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും നിങ്ങളെ ശരിക്കും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഒരു കാരണം കണ്ടെത്തും. അവർ ഒരു വഴി കണ്ടെത്തും. അവർ പരിശ്രമിക്കും. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി സാഹചര്യം എത്ര കഠിനമാണെങ്കിലും നിങ്ങളെ ഒരിക്കലും പോകാൻ അനുവദിക്കില്ല. ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുമ്പോൾ അവൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കും. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ ഇഷ്ടപ്പെടുമ്പോൾ അവൾ മുഖം തിരിക്കും. ആളുകൾ പരസ്പരം ചുംബിക്കുമ്പോൾ അവർ ഏകദേശം 10 ദശലക്ഷം മുതൽ 1 ബില്യൺ വരെ ബാക്ടീരിയകൾ കൈമാറുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ നിങ്ങൾ എത്രത്തോളം അവഗണിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ അവരിലേക്ക് വീഴുന്നു. ഏതെങ്കിലും വ്യക്തി
ഒരു ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറാണെങ്കിൽ അതിൽ നിന്ന് പിന്മാറുന്നതുവരെ അപേക്ഷിച്ച് അവർ സ്നേഹം തേടാനുള്ള സാധ്യത കൂടുതലാണ്. സ്നേഹം അക്ഷരാർത്ഥത്തിൽ അന്ധമാണ്. നിങ്ങളുടെ കാമുകനോട് മറ്റുള്ളവർ എന്തു പറഞ്ഞിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവൻ അല്ലെങ്കിൽ അവൾ എപ്പോഴും നിങ്ങളുടെ ദൃഷ്ടിയിൽ തികഞ്ഞവളാണ്. ദീർഘദൂരം ബന്ധം പ്രവർത്തിക്കുന്നു കാരണം പങ്കാളികൾ അടുപ്പമുള്ള വികാരങ്ങളെയും ചിന്തകളെയും കുറിച്ച് കൂടുതൽ ഇടയ്ക്കിടെ സംസാരിക്കുന്നു. മാത്രമല്ല അവർക്ക് അവരുടെ പങ്കാളിയെക്കുറിച്ച് കൂടുതൽ ആദർശപരമായ വീക്ഷണമുണ്ടാകും. ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയത്തിലാകുന്നത് പ്രത്യക്ഷത്തിൽ സത്യമാണ്. മനഃശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഒരാളെ വീഴ്ത്താനോ ഒരാളിൽ നല്ല മതിപ്പുണ്ടാക്കാനോ 2 മുതൽ 4 മിനിറ്റ് മാത്രമേ എടുക്കൂ. നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് മറ്റുള്ളവരോട് എത്രത്തോളം സംസാരിക്കുന്നുവോ അത്രയധികം നിങ്ങൾ ആ വ്യക്തിയുമായി പ്രണയത്തിലാകുന്നു. ഒരാളോടുള്ള നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ എത്രത്തോളം മറച്ചുവെക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു. പ്രണയത്തിൽ വീഴുന്നത് കൂടുതൽ ക്രിയാത്മകമാകുന്നു. ആംസ്റ്റർഡാം സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനമനുസരിച്ച് പ്രണയത്തെക്കുറിച്ചുള്ള ചിന്ത ആളുകളെ ആഗോളതലത്തിൽ കൂടുതൽ ചിന്തിപ്പിക്കുകയും പുതിയ ആശയങ്ങൾ കൈവരാനുള്ള കഴിവ് നൽകുകയും ചെയ്യുന്നു. നിങ്ങൾ ഒരാളെ ശരിക്കും സ്നേഹിക്കുമ്പോൾ പ്രായം, ദൂരം, ഉയരം, ഭാരം എന്നിവ അക്കങ്ങൾ മാത്രമാണ്. ഒരു ബന്ധത്തിലായിരിക്കുക എന്നത് ആരെയും കാണിക്കാനാവരുത്. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന വ്യക്തിയോടൊപ്പം ആയിരിക്കുക എന്നതാവണം. നിങ്ങൾക്ക് പരസ്പരം എന്തും പറയാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥ ബന്ധം. അവിടെ രഹസ്യങ്ങളും നുണകളും വേണ്ട. ഒരിക്കൽ നിങ്ങൾ പ്രണയത്തിലായാൽ പിന്നെ സുഹൃത്തുക്കളായി കാണാൻ കഴിയില്ല. ഒരു അപരിചിതൻ്റെ കണ്ണുകളിൽ ഇടയ്ക്കിടെ നോക്കുന്നത് അവരെയും നിങ്ങളെയും പ്രണയത്തിലേക്ക് നയിക്കും. മിക്കപ്പോഴും ആൺകുട്ടികളാണ് ആദ്യം നീക്കം നടത്തുന്നത്. എന്നാൽ പെൺകുട്ടി അത് ചെയ്യുന്നു എങ്കിൽ എന്നെ വിശ്വസിക്കൂ, ആ പെൺകുട്ടിയേക്കാൾ ആർക്കും നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല. നിങ്ങൾ വിവാഹം കഴിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് സന്തുഷ്ടരായ ദമ്പതികളെയാണ്. നിങ്ങൾ വിവാഹിതരായിരിക്കുമ്പോൾ കാണുന്നത് സന്തോഷമുള്ള വിവാഹം കഴിക്കാത്തവരെയാണ്. സ്നേഹമെല്ലായ്പ്പോഴും ശാരീരിക സവിശേഷതകളിൽ തുടങ്ങുന്നു. ആരോഗ്യകരമായ ഒരു ബന്ധം ഒരിക്കലും നിങ്ങളുടെ സുഹൃത്തുക്കളെയോ നിങ്ങളുടെ സ്വപ്നങ്ങളെയോ നിങ്ങളുടെ അന്തസ്സിനെയോ ബലിയർപ്പിക്കാൻ ആവശ്യപ്പെടില്ല.